ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ വിരോധം BJPക്ക് മേൽ ഉണ്ടായിരുന്നു എന്നത് വലിയ വസ്തുതയാണ്. അവിടെ ഇന്ത്യ മുന്നണി ഒന്നായി തന്നെയാണ് BJP എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ പഴയതുപോലെ ക്രോസ് വോട്ടിംഗ് സാധ്യമായിട്ടുണ്ടാകില്ല. പക്ഷേ ചില സമ്മർദ്ദ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ മുന്നേറ്റം തടയാൻ വലിയ നീക്കത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് മഞ്ചേശ്വരം, മറ്റൊന്ന് കാസർഗോഡ്. അവിടെയൊക്കെ BJP രണ്ടാമത് വരുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? നീലിമ, വടക്കൻ കേരളത്തിലെ മഞ്ചേശ്വരം, കാസർഗോഡ് സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന സീറ്റുകൾ തന്നെയാണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും കാര്യമായ ഒരു ജനപങ്കാളിത്തമുള്ള ഒരു പ്രദേശങ്ങളാണ്. അവിടെ ഇടതുപക്ഷത്തിന് പോകാമായിരുന്ന മുസ്ലിം വോട്ടിൻ്റെ ഒരു നല്ല പങ്ക് വിജയസാധ്യത പരിഗണിച്ച് UDFിലേക്ക് പോയി. അത് മഞ്ചേശ്വരത്തും കാസർഗോഡും അത് പ്രബലമാണ്. മഞ്ചേശ്വരത്തെ ഒന്നാം നമ്പർ പാർട്ടി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ അത് BJP തന്നെയായിരുന്നു. പക്ഷേ ഒന്നാം നമ്പർ പാർട്ടിക്ക് വിജയിച്ചു വരാൻ കഴിയാത്തത്, പലപ്പോഴും അതിന് തിക്തഫലം അനുഭവിച്ചത് K. സുരേന്ദ്രൻ തന്നെയാണ്. ഒരു പ്രാവശ്യം K. സുരേന്ദ്രൻ കേവലം 86 വോട്ടിനാണ് പിന്നിൽ പോയത്. മറ്റൊരു സമയത്ത് വളരെ തുച്ഛമായ വോട്ടുകൾക്ക് പിന്നിൽ പോയി. വീണ്ടും ഇപ്പോൾ വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് മഞ്ചേശ്വരത്തെ UDFന് നേടാൻ കഴിഞ്ഞത്. അവിടെ പണ്ട് ചെർക്കളം അബ്ദുള്ള മത്സരിക്കുന്ന സമയത്തും ഇപ്പോൾ AKM അഷ്റഫ് മത്സരിക്കുന്ന സമയത്തും UDFന് മേൽക്കൈ ഉണ്ടാകുന്നത് LDF വോട്ടുകളുടെ ഒരു ഭാഗവും മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ടും എല്ലാം തന്നെ BJPയുടെ വിജയം തടയുന്നതിന് വേണ്ടി മഞ്ചേശ്വരത്ത് കാലാകാലങ്ങളിൽ ചെയ്തിരുന്നു. ഇപ്പോൾ അത് വർദ്ധിത വീര്യത്തോടു കൂടി ചെയ്തു എന്ന് തന്നെയാണ് അവിടെ നിരീക്ഷിക്കാവുന്നത്. മറ്റിടങ്ങളിൽ പാലക്കാട് സംഭവിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ദുർബലനായിരുന്നു. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു കാര്യമായ മേൽക്കൈ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ UDFിലേക്ക് വലിയ തോതിൽ വോട്ടുകൾ കടന്നു വന്നു. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നത് പാലക്കാടിൻ്റെ ഒരു ചിത്രമായി കാണാം. അത് മാത്രമല്ല, പാലക്കാട് UDFിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു പുതുമ ഉള്ള ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് അനുകൂലമായി ഒരു ചെറിയ വികാരം അവിടെ ഉണർന്നു എന്ന് കാണാം. BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായ തൃശ്ശൂരിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും നിരാശയായിരുന്നു. നേരത്തെ പറഞ്ഞത് ശരിയാണ്. സുരേഷ് ഗോപിക്ക് 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന തൃശ്ശൂർ, അവിടെ BJP ലേശം പിന്നോക്കം പോയിരിക്കുന്നു. അവിടെ ക്രൈസ്തവ സമുദായം ഒരുപക്ഷെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വലിയ രീതിയിൽ ഒരു അംഗീകാരം നൽകി ആ വ്യക്തിയെ വിജയിപ്പിച്ചെടുത്തു. ആ ക്രൈസ്തവ വോട്ടുകൾ ഇപ്രാവശ്യം കൂടുതലും UDFിലേക്ക് പോയി എന്ന് വേണം ഒരുപക്ഷെ കരുതാൻ. FCRI ഇഫക്റ്റ് എത്രത്തോളം വന്നു എന്നുകൂടി മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ ഫലം കൂടി അവലോകനം ചെയ്യുമ്പോൾ മാത്രമേ FCRIയുടെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ്. ആദ്യഘട്ടത്തിൽ അനൂപ് ആന്റണി മുന്നിട്ട് നിൽക്കുകയായിരുന്നു തിരുവല്ലയിൽ. തിരുവല്ല പോലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് സാമാന്യം നല്ല അടിത്തറയുള്ള സ്ഥലത്ത് അനൂപ് ആന്റണിക്ക് ആദ്യം കുറേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു BJPക്ക് ആ പ്രദേശത്തു കൂടി സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ത്രികോണ മത്സരത്തിൻ്റെ ഫലം തന്നെ ഉണ്ടായ പാലാ, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങളിലൊക്കെ തന്നെ സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം BJP കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വിജയിച്ച് വരാൻ കഴിഞ്ഞില്ല എന്നതാണ്. അതുകൊണ്ടൊരു വയബിൾ തേർഡ് ഫ്രണ്ട് എന്ന നിലയിൽ ഇപ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിൽ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് നിഗമനം. അതുകൊണ്ട് UDF LDF എന്ന 2 ഹോഴ്സ് റേസിൻ്റെ കാലം ഇനി എത്ര കാലം ഉണ്ടാകും എന്നറിയില്ല. അതുകൊണ്ട് BJP നേടുന്ന വോട്ട് ശതമാനം കുറച്ചാഴത്തിൽ തന്നെ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷെ വിജയിച്ചു വരാൻ കഴിയുന്നില്ല. പക്ഷേ നിയമസഭയ്ക്കുള്ളിൽ 3 അംഗ കണ്ടിൻജന്റ് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ കഴക്കൂട്ടം ജയിച്ച V. മുരളീധരൻ, അതേപോലെ ഗോപകുമാർ, ഈ 3 പേര്, ചാത്തന്നൂര് ഗോപകുമാർ, ഈ 3 അംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്, ഒരു ഒപ്റ്റിക്സ് ഉണ്ട്. അത് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാതലായ വിഷയങ്ങൾ നിയമസഭയിൽ ഉയർത്തുന്നതിന് ഒരുപക്ഷെ സാധിച്ചേക്കാം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ CPM എന്ന പ്രതിപക്ഷം മാത്രമല്ല, അവിടെ BJPയും ഒരു പ്രതിപക്ഷ റോളിലേക്ക് വരുന്നു. അവിടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് ഒരു മാറ്റം കാണുന്നു. അതുമാത്രമല്ല, വികസന ഡിബേറ്റാണ്. BJP ഇവിടെ വർഗീയതയേക്കാൾ കൂടുതൽ വികസനമാണ് സംസാരിച്ചത്. ആ വികസനത്തിന് അനുകൂലമായൊരു വോട്ട്. അപ്പോൾ വികസന ഡിബേറ്റ് കൂടി കുറച്ചുകൂടി കാര്യമായി നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിയും. പക്ഷേ കൺഗ്രാലേഷൻസ് ടു കോൺഗ്രസ് പാർട്ടി ആൻഡ് UDF. VD സതീശൻ്റെ ഒരു നേതൃത്വം വലിയ രീതിയിൽ
അംഗീകരിക്കപ്പെട്ടു എന്നത് നിസ്സംശയം പറയാം. നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ വി ഡി സതീശൻ മുന്നിൽ നിന്ന് നയിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗംഭീര വിജയം ഉണ്ടായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമുണ്ടായി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയമുണ്ടായി. അപ്പോൾ ഇതാ ഗ്രാൻഡ് ഫിനാലെ എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ 100 സീറ്റുകൾ എന്ന വി ഡി സതീശൻ പറഞ്ഞത് അച്ചട്ടായിരിക്കുന്നു. അതിൽ 2 സീറ്റ് കൂടുതൽ ലഭിക്കുമ്പോൾ ഇത് വി ഡി സതീശന് അനുകൂലമായി കൂടി കിട്ടിയ ഒരു മാൻഡേറ്റായി പറയേണ്ടി വരും. അവിടെ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഈ വിജയത്തെ, യു ഡി എഫ് സംവിധാനം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഈ വിജയത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഈ വിജയം കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അധികാര തർക്കം, മുഖ്യമന്ത്രി തർക്കം, മന്ത്രിസഭയിൽ ആരെ ഉൾപ്പെടുത്തും, ഇനി ലീഗിന്റെ 5ാം മന്ത്രിയുണ്ടോ 6ാം മന്ത്രിയുണ്ടോ ഉപമുഖ്യമന്ത്രിയുണ്ടോ എന്നിങ്ങനെയുള്ള ചർച്ചകൾ വരും. ഡോക്ടർ മോഹൻ വർഗീസ്, അതിന് മുസ്ലിം ലീഗ് വളരെ കൃത്യമായി അക്കാര്യത്തിൽ മറുപടി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതായത് ഹൈക്കമാൻഡാണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കൃത്യമാണ് മുസ്ലിം ലീഗിന് താല്പര്യം സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. മാത്രവുമല്ല, ഇത്ര വലിയ ഒരു മൃഗീയ ഭൂരിപക്ഷം വി ഡി സതീശന്റെ നേതൃപാടവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് മുന്നണി സംവിധാനത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ മറിച്ചൊരു ചിന്തയ്ക്ക് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ ലീഗ് അത്തരത്തിൽ കടുംപിടുത്തം പിടിച്ചാൽ ഈ കെ സി വേണുഗോപാലിനും അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും അത് അതിജീവിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. അങ്ങനെയല്ലേ കേരളത്തിന്റെ ഒരു പൊതുവായ സ്ഥിതി ഇപ്പോൾ? അങ്ങനെ വേണം നീലിമ ചിന്തിക്കാൻ. ഇപ്പോഴത്തെ നിലയിൽ നമ്മളൊരു മാൻഡേറ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് വിഷയം. ഇവിടെ ഒരു വൻപൻ ഓവർവെൽമിംഗ് മാൻഡേറ്റ് യു ഡി എഫിന് അനുകൂലമായി വന്നു. അവിടെ പ്രതിപക്ഷ നേതാവായി മുഖ്യമുഖമായി ആന്റി ഇൻകംബൻസിയുടെ മുഖമായി വന്നത്, അതായത് ഇൻകംബൻസിക്ക് എതിരായി വന്ന മുഖം വി ഡി സതീശൻ്റെതാണ്. അത് ആ സെൻസിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അധികം അർഹത, പ്രത്യേകിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി വി ഡി സതീശന് തന്നെയാണ്. അവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു സ്ഥാനത്തെ തുച്ഛീകരിച്ച് കാണേണ്ടതില്ല. പക്ഷേ ദിസ് ടൈം ഫോർ വി ഡി സതീശൻ എന്ന ചിന്തയുണ്ട്. അതുകൊണ്ടാണ് എക്സിറ്റ് പോളുകളിൽ ഉൾപ്പെടെ കണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് കേരളത്തിലെ യു ഡി എഫ് വോട്ടർമാരുടെ മഹാഭൂരിപക്ഷവും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്നു. ഇത് ഹൈക്കമാൻഡ് ഒരുപക്ഷെ പരിഗണനയിൽ എടുത്തേക്കാം. അതുപോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് അന്തിമമായി തീരുമാനിക്കും. പക്ഷേ ഹൈക്കമാൻഡ് ഇതൊരു മുന്നണി സംവിധാനമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാണ് വരേണ്ടത് എന്നതുകൊണ്ട് യു ഡി എഫിലെ 2ാമത്തെ കക്ഷി, അത് വലിയ പ്രബലമായ 2ാം കക്ഷിയാണ്, അത് മുസ്ലിം ലീഗാണ്. 23 24 സീറ്റുകൾ ജയിച്ചു വന്ന മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം ഏകപക്ഷീയമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇൻപുട്ട് കൂടി പരിഗണിക്കുമ്പോൾ വ്യക്തമായ സൂചനയാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം ലീഗ് വിരുദ്ധ പ്രസ്താവന, മലപ്പുറം വിരുദ്ധ പ്രസ്താവന എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വി ഡി സതീശന്റെ പിന്നിൽ മുസ്ലിം ലീഗ് അണിനിരക്കുന്നു എന്ന ഒരു ചിന്ത. അത് ആഴത്തിൽ വേരോട്ടമുണ്ടായെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വം, പ്രത്യേകിച്ച് പാണക്കാട് സാഹിബ് തങ്ങൾ തന്നെ പറഞ്ഞു വെച്ചു, തങ്ങളോടുള്ള ചോദ്യത്തിൽ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ആരാണോ മുന്നിൽ നിന്ന് നയിച്ചത്, ആർക്ക് അനുകൂലമായിട്ടാണോ മാൻഡേറ്റ് ലഭിച്ചത്, അവർ അധികാരത്തിൽ വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ എന്ന മട്ടിൽ തങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാണ്.